പൂക്കോയത്തങ്ങളുടെ നാമധേയത്തിൽ കോഴിക്കോട് CH സെന്ററിന്റെ മനോഹരമായ സൗധം. സാന്ത്വനത്തിന്റെ സ്നേഹസ്പർശമാണിവിടം. ജീവിതത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ച് വേദന കടിച്ചമർത്തുന്ന ഒരു പിടി ജീവിതങ്ങളാണ് ഇവിടെ ആശ്വാസം തേടിയെത്തുന്നത്. വേദനാ സംഹാരികൾക്കുമപ്പുറത്ത് സ്നേഹവും കരുതലും. ഇവർക്ക് വേണ്ടിയാണ് നിങ്ങൾ സഹായം നൽകേണ്ടത്. കോഴിക്കോട് CH സെന്റർ, പൂക്കോയത്തങ്ങൾ ഹോസ്പിസ്. വേദനിക്കുന്നവർക്കൊപ്പം നിങ്ങളും പങ്കുചേരണം. റമസാനിലെ 2ാമത് വെള്ളിയാഴ്ച കോഴിക്കോട് CH സെന്റർ ദിനം. മറക്കരുത്, സഹായമുണ്ടാകണം. CH സെന്റർ പോലെ ഇന്ന് അടുത്ത പരിശുദ്ധമായ റമദാനിലെ 2ാമത്തെ വെള്ളിയാഴ്ചയാണ് പള്ളികളിൽ CH സെന്ററിന്റെ പിരിവുകൾ നടക്കാറുള്ളത്. എത്രയോ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാൻ, എത്രയോ രോഗികൾക്ക് ആശ്വാസം നൽകാൻ കേരളത്തിലുടനീളം പല ജില്ലകളിലായി, പല സംസ്ഥാനങ്ങളിലായി നൂറുകണക്കിന് CH സെന്ററുകൾ ഉണ്ടാകുമ്പോ അവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന മരുന്നുകൾ ചരിത്രമാണ്, അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമ്പത്ത് ചരിത്രമാണ്, അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഭക്ഷണം ചരിത്രമാണ്, അവരുടെ രോഗികളായ ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന വസ്ത്രവും ചരിത്രമാണ്. രോഗികളായ ആളുകൾക്ക് മരുന്ന് വാങ്ങാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന സമയത്ത്, ഡയാലിസിസ് ചെയ്യാൻ പോലും കഴിയാതെ സാമ്പത്തിക പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്ന കിഡ്നി രോഗികളുള്ള സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടി, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അവരുടെ പ്രയാസത്തിൽ പങ്കുചേരാൻ വേണ്ടി നമ്മുടെ സമ്പാദ്യങ്ങളിൽ നിന്നൊരൽപ്പം മാറ്റിവെച്ചാൽ അത് ചരിത്രമായി. ഭൂമിയിലേക്ക് അയച്ച 1% കാരുണ്യത്തിൽ നിന്നാണ്. 2ാമത്തെ വെള്ളിയാഴ്ച CH സെന്ററിന്റെ പേരിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ ഓരോ ജില്ലകളിൽ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ആശ്വാസമായി, തണലായി, അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി അവർക്ക് സാമ്പത്തികമായി സഹായം നൽകി, മരുന്ന് വാങ്ങാനുള്ള സഹായം നൽകി, ചികിത്സാ സഹായങ്ങൾ നൽകി, താമസിക്കാനുള്ള സൗകര്യങ്ങൾ നൽകി, ഭക്ഷണം നൽകി. പരിശുദ്ധമായ റമദാനിൽ പോലും ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി എല്ലാ 2ാമത്തെ വെള്ളിയാഴ്ചയും CH സെന്ററിന് വേണ്ടി ബക്കറ്റുമായി സംഘാടകർ വരുമ്പോൾ നിങ്ങളൊരു 100 രൂപയും 500 രൂപയും ഇട്ടുകൊടുക്കുന്നത് അല്ലാഹു 100% കാരുണ്യത്തിൽ നിന്ന് 1% കാരുണ്യമല്ലേ ഭൂമിയിലേക്ക് അയച്ചത്. ആ 1% കാരുണ്യത്തിൽ നിന്നാണ് ഉമ്മമാര് മക്കളോട് കാണിക്കുന്ന കാരുണ്യം, പശുക്കളതിന്റെ കുഞ്ഞുങ്ങളോട്